മുൻ കണ്ണൂർ എ.ഡി.എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ പി.വി. അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് പി. ശശി. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ശശി പറഞ്ഞു. വിവരങ്ങളുമായി ഇപ്പോൾ വിജിൻ വായന്തോട് ചേരുകയാണ്. വിജിൻ, അൻവർ ഉണ്ടയില്ലാ വെടികൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശശിക്കെതിരെ നേരത്തെ തന്നെ നിരവധി ആരോപണങ്ങൾ ഉയർത്തുകയും ചെയ്തു. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പി. ശശി വ്യക്തമാക്കുകയും ചെയ്തു. ഇപ്പോഴെന്താണ് നവീൻ ബാബു വിഷയവുമായി ബന്ധപ്പെട്ട് അൻവർ ഉയർത്തിയ ആരോപണം? അതിന് എന്ത് മറുപടിയാണ് ഇപ്പോൾ പി. ശശി പറഞ്ഞിരിക്കുന്നത്? പി.വി. അൻവർ UDF-ലേക്ക് ചേർക്കാനുള്ള എല്ലാ പരിശ്രമവും നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഡൽഹിയിൽ പി.വി. അൻവറിന്റെ ഭാഗത്തുനിന്ന് വീണ്ടും പി. ശശിക്കെതിരായ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി. ശശിക്കെതിരായ ആരോപണം ഉണ്ടാകുന്നത്. നവീൻ ബാബുവിന്റെ മരണത്തിന്റെ ഘട്ടത്തിലൊന്നും അന്വേഷണത്തിന്റെ ഘട്ടത്തിലൊന്നും ഉന്നയിക്കാത്ത ഒരു ആരോപണമാണ് ഇന്ന് പി.വി. അൻവറിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പി.വി. അൻവറിന്റെ മരണത്തിൽ, ആത്മഹത്യയിൽ പി. ശശിക്കും പങ്കുണ്ട്, പി. ശശിയാണ് അതിന്റെ പിറകിൽ പ്രവർത്തിച്ചത് എന്നുൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. ഇത് പൂർണ്ണമായും തള്ളുകയും ഒപ്പം തന്നെ നേരത്തെ അതിന് സമാനമായ രീതിയിൽ നിയമ നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് എന്ന് വ്യക്തമാക്കിയുമാണ് പി. ശശിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നിലവിൽ വന്നിട്ടുള്ളത്. അതിൽ വ്യക്തമാക്കുന്നത് നിവിൻ ബാബുവുമായി, കണ്ണൂർ എ.ഡി.എം ആയിരുന്ന നിവിൻ ബാബുവുമായി ഒരു തരത്തിലുള്ള ബന്ധവും തനിക്കുണ്ടായിരുന്നില്ല, ഒരു തരത്തിലുള്ള സംസാരവും പോലും ഇതുവരെയും താൻ നടത്തിയിട്ടുമില്ല. അത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നത് എന്തിനാണെന്നറിയില്ല, രാഷ്ട്രീയമായ ഉപയോഗത്തിനായിരിക്കും എന്ന കാര്യം വ്യക്തമാക്കിക്കൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് പി. ശശിയുടെ ഭാഗത്തുണ്ടായിരുന്നത്.